എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും അപേക്ഷയും ഇതാ തുടങ്ങിയിരിക്കുകയാണ്. അതായത് UPSCയുടെ NDA NA നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് മിനിഞ്ഞാന്നാണ്. വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് 20 മെയ് മുതൽ ജൂൺ മാസം 9 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സാമാണ്. എക്സാമിൻ്റെ ഡേറ്റ് കാണാം 13/9 സെപ്റ്റംബർ മാസം 13 പരീക്ഷയും നടത്തുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു സെലക്ഷൻ ആയിരിക്കും. നമുക്കറിയാം UPSC എല്ലാ വർഷവും വിളിക്കാറുണ്ട്. 2 നോട്ടിഫിക്കേഷൻ വെച്ചാണ് വിളിക്കാറ്. അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് ഈ വർഷത്തെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ, NDA NA നോട്ടിഫിക്കേഷൻ. +2 യോഗ്യത വെച്ച് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഓഫീസർ പാക്കേജാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം വേക്കൻസി നോക്കാം. 2 അക്കാഡമിയാണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി, നേവി, എയർഫോഴ്സ് വരുന്നുണ്ട്. ആർമിയിലേക്ക് 198 വേക്കൻസി ബോയ്സിനും 10 വേക്കൻസി ഗേൾസിന്, ടോട്ടൽ 208 വേക്കൻസിയാണ്. നേവിയിലേക്ക് 37 വേക്കൻസി ബോയ്സിന്, 5 വേക്കൻസി ഗേൾസിന്, 42 വേക്കൻസി. പിന്നെ എയർഫോഴ്സിലേക്ക് ഫ്ലൈയിങ് ബ്രാഞ്ച് 90 വേക്കൻസി ആൺകുട്ടികൾക്ക്, 2 വേക്കൻസി പെൺകുട്ടികൾക്ക്, 92 വേക്കൻസി ടോട്ടൽ. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് 16 വേക്കൻസി ബോയ്സിനും, 2 വേക്കൻസി ഗേൾസിന്, 18 വേക്കൻസി ടോട്ടൽ. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ നോൺ ടെക്നിക്കലിലേക്ക് 8 വേക്കൻസി ബോയ്സിന്, 2 വേക്കൻസി ഗേൾസിന്, ടോട്ടൽ 10 വേക്കൻസി. അപ്പോൾ NDA കഴിഞ്ഞു. ഇനി നേവൽ അക്കാഡമിയിൽ 21 വേക്കൻസിയാണ് ആൺകുട്ടികൾക്ക്, 3 വേക്കൻസി പെൺകുട്ടികൾക്ക്, 24 വേക്കൻസി ടോട്ടൽ. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ബോയ്സിന് 370ഉം ഗേൾസിന് 24. ടോട്ടൽ ഓൾ ഇന്ത്യ വേക്കൻസി എത്രയാണ്? 394. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് കേരളത്തിൽ 3 സെൻറ്ററാണ്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. ഈ 3 ജില്ലയിൽ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടെയാണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അൺമാരീഡ് ആയിരിക്കണം, ബോയ്സും ഗേൾസും. 1 ജനുവരി 2008 തൊട്ട് 1 ജനുവരി 2011 ഇടയിൽ ജനിച്ച എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ NDAയിലേക്ക് ആർമി വിങ് വരുന്നുണ്ട്. NDAയിലെ ആർമി വിങ്ങിലേക്ക് മാത്രം എനി +2, ഏതെങ്കിലും ഒരു +2 മതി. അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ NDAയിലേക്ക് വിളിക്കുന്ന എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും ഈ 3ലേക്കും നിങ്ങൾക്ക് +2 സയൻസ് നിർബന്ധമാണ്. +2 സയൻസ് വേണം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം കേട്ടോ. ഫീസ് വരുന്നുണ്ട് 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. SC STക്കാർക്ക് ഫീസ് ഇല്ല. അതുപോലെ പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള ജനറൽ OBC വിഭാഗക്കാർ ബോയ്സൊക്കെ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എക്സാം ആണെന്ന് പറഞ്ഞു. സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ മാത്സ് 2.5 മണിക്കൂറിന് എക്സാം 300 മാർക്കിനാണ്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂർ 600 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 900 മാർക്കിനുള്ള പരീക്ഷയായിരിക്കും. ഇതിന് ശേഷം പിന്നെ SSB ഇൻ്റർവ്യൂ വരുന്നുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു സെലക്ഷനാണ് SSB ഇൻ്റർവ്യൂ. അപ്പോൾ എക്സാമും SSB ഇൻ്റർവ്യൂവും കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. എക്സാമിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാത്സ് 300 മാർക്കിനാണെന്ന് പറഞ്ഞു. അതിൽ അൾജീബ്ര വരുന്നുണ്ട്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് വരുന്നുണ്ട്, ട്രിഗണോമെട്രി വരുന്നുണ്ട്, അനലിറ്റിക്കൽ ജിയോമെട്രി ഓഫ് 2 and 3 ഡയമെൻഷൻ വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് വരുന്നുണ്ട്, പിന്നെ ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്, വെക്റ്റർ അൾജീബ്ര വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി വരുന്നുണ്ട്. ഈ ഒരു സിലബസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തോളൂ. കാരണം ഇതൊരു ടഫ് കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ് NDA, നമുക്കറിയാം. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റാണ് 600 മാർക്കിന്. ഇംഗ്ലീഷ് പാർട്ട് A, ജനറൽ നോളജ് പാർട്ട് B. ഇംഗ്ലീഷ് 200 മാർക്കിനും GK 400 മാർക്കിനാണ്. സെക്ഷൻ A ഫിസിക്സ്, സെക്ഷൻ B കെമിസ്ട്രി, സെക്ഷൻ C ജനറൽ സയൻസ്, സെക്ഷൻ D ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെൻറ്റ്, പിന്നെ സെക്ഷൻ E ജിയോഗ്രഫി, സെക്ഷൻ F കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയും സിലബസാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് SSB ഇൻ്റർവ്യൂ ആയിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് 0.33. അതായത് 3 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിയമനം. ലെഫ്റ്റനൻറ്റ് റാങ്ക് നമുക്കറിയാം ലെവൽ 10 പേ സ്കെയിലാണ്. 56,100 തൊട്ട് 1,77,500 വരെ ശമ്പളം കിട്ടാവുന്ന റാങ്കാണ്. അത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ തുടങ്ങി ഒരുപാട് റാങ്കിലേക്ക് പ്രൊമോഷൻസ് കിട്ടും. ഫൈനലി നിങ്ങൾക്ക് 2,50,000 രൂപ
ഫിക്സഡ് സാലറി ആയിട്ട് കിട്ടാവുന്നൊരു റാങ്ക് വരുന്നുണ്ട്. അതായത് കയ്യിൽ കിട്ടുമ്പോൾ ഇതിനേക്കാട്ടിലും എമൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഫിക്സഡ് സാലറിയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു 56,100 പറഞ്ഞു. സാലറി 56,100 വിത്ത് അലവൻസും വരുന്നുണ്ട് കേട്ടോ. അതുകൂടി നിങ്ങൾ കരുതണം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 9-ാം തീയതിയാണ്. സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ കോൺടാക്ട് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. കോൾ ചെയ്യണ്ട. കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്, എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ വാട്സപ്പിൽ അയക്കാം. എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിലും കാണാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കാണാം, അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ. പിന്നെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ CDSൻ്റെ, അതായത് NDA പോലെ CDS UPSCയുടെ CDS നോട്ടിഫിക്കേഷനും അതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്. വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ജൂൺ മാസം 9-ാം തീയതിയാണ്. അതിന് മുന്നേ യോഗ്യത ഉള്ളവർ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ കൊടുക്കുക. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അപേക്ഷ കൊടുക്കുക. ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.